Hello friends, welcome back to Capital Classes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വാല്യൂസ് ഓഫ് മാർക്കറ്റിംഗ് ഓർ തിയറി ഓഫ് കൺസംഷൻ വാല്യൂസ്. ഓക്കെ, സോ ബിഫോർ ബിഗിനിങ് ദ വീഡിയോ, നമ്മുടെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, ലൈക്ക് ദ വീഡിയോസ്, കമൻറ്റ് ആൻഡ് ഷെയർ ചെയ്യും. ഓക്കെ, സോ വെൽക്കം ടു ദി വീഡിയോ. The values of marketing. എന്താണ് value that we have seen in the very first class? So value, profit, these are the two core elements of marketing. Marketing എന്നുള്ള സബ്ജക്റ്റിൻ്റെ two core elements അല്ലെങ്കിൽ അത് എംഫസൈസ് ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ആണ് എന്ത്? വാല്യൂവും പ്രോഫിറ്റും. കസ്റ്റമേഴ്സിന് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ബിസിനസ് എന്ത് വേണം? ബിസിനസ് ഷുഡ് ഏൺ എ പ്രോഫിറ്റ്. ഓക്കെ, സോ വാട്ട് ഈസ് വാല്യൂ? നമ്മൾ പഠിച്ചതാണ് അല്ലേ ഇൻ ദ വെരി ഫസ്റ്റ് ക്ലാസ്. വാല്യൂ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബെനഫിറ്റ് ആൻഡ് കോസ്റ്റ് ഇൻ കമ്പാരിസൺ ടു ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. ഒരു മാർക്കറ്റിൽ ബിസിനസ്സിനെ അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബെനഫിറ്റ് ആൻഡ് ദ കോസ്റ്റ് ദ കൺസ്യൂമർ ഗെറ്റ്സ്. ആ ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? വാല്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ നമ്മളൊരു സർവീസ് അവൈൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എത്ര ബെനഫിറ്റ്സ് കിട്ടി, കൺസ്യൂമേഴ്സിന് എത്ര ബെനഫിറ്റ് കിട്ടി, മൈനസ് ആ ഒരു ബെനഫിറ്റ് അവൈൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തു. സോ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് വാല്യൂ എന്ന് പറയുന്നത്. സോ അവർ ടോപ്പിക് ഈസ് 5 types of values associated with the term marketing. സോ എന്തിനാണ് നമ്മൾ ഈ 5 ടൈപ്പ് ഓഫ് വാല്യൂസിനെ കുറിച്ച് പഠിക്കുന്നത്? ഇറ്റ് ഗിവ്സ് us an answer to the question what the consumers buy, what the consumers buy and why the consumers buy. സോ ഈ ഒരു ക്വസ്റ്റിന് ഉള്ള ആൻസർ ആണ് എന്ത്? The various types of values associated with the product. എന്തിനാണ് കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റാണ് വാങ്ങുന്നത്? ഓക്കെ, സോ ഞാനൊരു പ്രൊഡക്റ്റിൽ സീക്ക് ചെയ്യുന്ന വാല്യൂ ആയിരിക്കില്ല നിങ്ങളൊരു പ്രൊഡക്റ്റിൽ സീക്ക് ചെയ്യുക. സോ ദീസ് ടൈപ്സ് ഓഫ് വാല്യൂസ് ഡിഫേഴ്സ് ഫ്രം കസ്റ്റമർ ടു കൺസ്യൂമർ. സോ നമ്മൾ ഏത് ആസ്പെക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നനുസരിച്ച് അവർ പർച്ചേസിംഗ് ബിഹേവിയർ വിൽ ചേഞ്ച്. കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസിംഗ് ബിഹേവിയർ ആൻഡ് പ്രിഫറൻസസ് വിൽ change. Okay, so why we are studying the 5 types of values? It will give us an answer to the question why the consumers buy and what the consumers buy. Okay, so നോക്കൂ, the first value is functional value. Functional value is the ability of a product to help the customer overcome a particular challenge. It is based on the functions or performance of the product. So, functional value is based on the functions or performance of the product. ഒരു പ്രോഡക്റ്റിൻ്റെ ഫങ്ഷൻസ് അതല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് അതിൽ നിന്നും കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ ആണ് എന്ത്? ഫങ്ഷണൽ വാല്യൂ. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ആ പ്രോഡക്റ്റ് മീൻസ് ദ ഫങ്ഷൻസ് പെർഫോം ബൈ ദ പ്രോഡക്റ്റ് ഇസ് പ്രോഡക്റ്റ് ഇറ്റ്സെൽഫ് അല്ലെ. കുപ്പി വെള്ളം കുടിക്കുമ്പോൾ എന്താണ്? ഇറ്റ് ക്വെഞ്ചസ് അവർ തേഴ്സ്റ്റ് അല്ലെ, നമ്മുടെ ദാഹം മാറുന്നു. സോ വാട്ട് ഈസ് ദ ഫങ്ഷൻ പെർഫോം ബൈ ദറ്റ് പ്രോഡക്റ്റ്? ഇറ്റ് ക്വെഞ്ചസ് അവർ തേഴ്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരു എന്താ പറയുക, തണുത്ത സമയത്ത് വി ആർ പർച്ചേസിങ് എ വൂളൻ ക്ലോത്ത്, നമ്മളൊരു സ്വെറ്റർ വാങ്ങുന്നു. സോ ഇറ്റ് ഗീവ് us ലൈക്ക് സം കൈൻഡ് ഓഫ് വാം അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യുന്നു? അത് വെയർ ചെയ്യുമ്പോൾ വി ഫീൽ കംഫർട്ടബിൾ, നമുക്ക് ആ തണുപ്പിനെ പ്രതിരോധിക്കാൻ കഴിയുന്നു. സോ ദിസ് ഈസ് ദ ഫങ്ഷൻ പെർഫോം ബൈ ദി പ്രോഡക്റ്റ്. സോ ആ പ്രൊഡക്റ്റിന്റെ ഫങ്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് തന്നെയാണ്. ഓക്കെ, സോ in other words we can tell that it is the functions or performance of the product. നോക്കൂ, it is the ability of a product to help the customer to overcome a particular challenge. എന്ന് പറഞ്ഞാൽ നമുക്ക് ദാഹമുണ്ട്, നമ്മൾ എന്തെങ്കിലും വെള്ളം കുടിക്കുന്നു, we are consuming a bottle of water. സോ എന്താണ് നമ്മളുടെ തേഴ്സ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ദാഹം ശമിപ്പിക്കാൻ ആ കുപ്പി വെള്ളത്തിന് അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളത്തിന് കഴിയുന്നു. That is the ability of a product to help the customer to overcome particular challenge. Customer face ചെയ്യുന്ന ഒരു particular challenge ഓക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി കസ്റ്റമറിനെ സഹായിക്കുന്നു in the functional value of a product. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ഇസ് സോഷ്യൽ വാല്യൂ. സോഷ്യൽ വാല്യൂ എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം, നോക്കൂ, ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് കസ്റ്റമേഴ്സ് ഹു ബൈ ദ പ്രോഡക്റ്റ് ഓർ സർവീസ് ക്യാൻ കണക്ട് വിത്ത് അതേഴ്സ്. സോ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ്
അതല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ വാങ്ങുന്നതിലൂടെയോ അവയിൽ ചെയ്യുന്നതിലൂടെയോ നമുക്ക് മറ്റുള്ളവരുമായി സൊസൈറ്റിയുമായി എത്രമാത്രം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഓർ ഇറ്റ് ഈസ് ഹൗ മച്ച് വി ക്യാൻ അസോസിയേഷൻ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട്, നമ്മുടെ ഫാമിലി ആയിട്ട്, ഓക്കെ, എത്രത്തോളം അസോസിയേഷൻ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് സോഷ്യൽ വാല്യൂ ഓഫ് ദി പ്രോഡക്റ്റ്, ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് കസ്റ്റമേഴ്സ് ഹു ബൈ ക്യാൻ കണക്ട് വിത്ത് അതേഴ്സ്, അല്ലേ? സോ നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങുന്നു ഒരു ബർത്ത്ഡേക്ക്, ഓക്കെ, ആ ബർത്ത്ഡേ പാർട്ടിയിൽ പോകുമ്പോൾ നമ്മൾ ഗിഫ്റ്റ് വാങ്ങുന്നു. സോ വി ക്യാൻ കണക്ട് വിത്ത് അതേഴ്സ് ത്രൂ ബൈയിങ് ദാറ്റ് പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് പ്രോഡക്റ്റ്. ഓക്കെ, സപ്പോസ് വി ആർ ബൈയിങ് സം ഓർണമെന്റ്സ്, അതല്ലെങ്കിൽ സം ഗോൾഡൻ ചെയിൻ, ആൻഡ് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം, ഓ ഇത് നന്നായിട്ടുണ്ട്, ഇത് വളരെ നന്നായിട്ടുണ്ട്, സോ വി ഫീൽ ഹാപ്പി. സോ ദർ ഈസ് എ സോഷ്യൽ വാല്യൂ അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് പ്രോഡക്റ്റ്. സോ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പാർട്ടായിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പിൽ, ഓക്കെ, ഈ പ്രോഡക്റ്റ് ഓർ സർവീസ് നമുക്ക് എന്ത് ചെയ്യുന്നു, ഇറ്റ് വിൽ give us some kind of attention and respect, or some kind of connection with others, some kind of association with others. That is the social value. Okay, third one is emotional value. Emotional value ennu nokku, capacity of a product to stimulate consumers emotions or feelings. Consumers ine emotions adalengil feelings ine stimulate cheyanum uddipikkanum satisfy cheyanumulla oru product inde capacity. സിമ്പിൾ എക്സാമ്പിൾ, ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. സോ വളരെ റൊമാൻറ്റിക് ആയി, ദ റൊമാൻസ് വിച്ച് ഈസ് ബീങ് ബ്രോട്ട് ഇൻ ബൈ എ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. അതല്ലെങ്കിൽ ഒരു ഹൊറർ മൂവി കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഫിയർ, ഇതൊക്കെ ഇമോഷൻസ് ആണ്, അല്ലെ? റൊമാൻസ്, ഫിയർ. സോ ദീസ് ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇമോഷൻസ്. അതല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി അലാം അടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കൺസേൺ ഓഫ് സെക്യൂരിറ്റി. സോ ഇതൊക്കെ ഒരു പ്രോഡക്റ്റ് ഓർ സർവീസ് ഇൻവോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഇമോഷൻസ് ആണ്. സോ എത്രത്തോളം കസ്റ്റമേഴ്സിൻ്റെ ഫീലിങ്സ്, ഇമോഷൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഇൻവോക്ക് ചെയ്യാനും ആ പ്രോഡക്റ്റിന് കഴിയുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഇമോഷണൽ വാല്യൂ അസോസിയേറ്റഡ് വിത്ത് ദ പ്രോഡക്റ്റ് ഓർ സർവീസ്. ദെൻ എപ്പിസ്റ്റീമിക് വാല്യൂ. എപ്പിസ്റ്റീമിക് പറഞ്ഞാൽ എന്താ? സംതിങ് റിലേറ്റഡ് ടു നോളജ്, അല്ലെ? ജ്ഞാനം എന്നൊക്കെ പറയും. സോ സംതിങ് വിച്ച് ഈസ് റിലേറ്റഡ് ടു നോളജ്. സോ എപ്പിസ്റ്റീമിക് വാല്യൂ, പ്രോഡക്ട്സ് എബിലിറ്റി ടു ഫോസ്റ്റർ ക്യൂരിയോസിറ്റി, കസ്റ്റമറുടെ ക്യൂരിയോസിറ്റി, ജിജ്ഞാസ. അതല്ലെങ്കിൽ പ്രൊവൈഡ് നോവൽറ്റി. നോവൽറ്റി മീൻസ് സംതിങ് ന്യൂ, അല്ലെ? പ്രൊവൈഡ് നോവൽറ്റി ആൻഡ് സാറ്റിസ്ഫൈ എ ഡിസയർ ഫോർ നോളജ്. സോ കസ്റ്റമേഴ്സിന്റെ ക്യൂരിയോസിറ്റിയെ ഫോസ്റ്റർ ചെയ്യാനുള്ള പ്രൊഡക്റ്റിന്റെ എബിലിറ്റി, അതല്ലെങ്കിൽ ടു പ്രൊവൈഡ് സംതിങ് ന്യൂ ടു ദ കസ്റ്റമർ ഓർ ടു സാറ്റിസ്ഫൈ എ ഡിസയർ ഫോർ നോളജ്. നമ്മൾ കടയിൽ പോയി ഒരു ബുക്ക് വാങ്ങുന്നു, ഒരു നോവൽ വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു കഥാപുസ്തകം വാങ്ങുന്നു. We just want to read that. So this will satisfy our desire for knowledge. So buying a book from a shop is an example of satisfying epistemic value of a customer. Okay, next one is conditional value. Conditional എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? It is related with some condition, comes from some particular circumstances or situation facing the customer. അതായത് ക്രിസ്മസിന്റെ സമയത്ത് നമ്മൾ ക്രിസ്മസ് കാർഡ്സ് വാങ്ങുന്നു, ഓക്കെ, മഴയുടെ സമയത്ത് നമ്മൾ റെയിൻ കോട്ട് വാങ്ങുന്നു. സോ ദീസ് ആർ ഓൾ ഹാവിങ് കണ്ടീഷണൽ വാല്യൂസ്. ഒരു പർട്ടിക്കുലർ സീസൺ അല്ലെങ്കിൽ ഒരു സർക്കംസ്റ്റാൻസ്, ഒരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനിൽ നിന്നും വരുന്ന വാല്യൂ ആണ് ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനുള്ളത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് കണ്ടീഷണൽ വാല്യൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. സോ ജസ്റ്റ് നോക്കൂ, ദ വാല്യൂസ് ഓഫ് മാർക്കറ്റിംഗ് ഓർ ദ തിയറി ഓഫ് കൺസെപ്ഷൻ വാല്യൂസ്. There are 5 types of values associated with marketing: functional value, social value, emotional value, epistemic value and conditional value. Next one, small topic ആണ് ways in which value can be created for customers. The ways, okay, the ways in which value can be created. എങ്ങനെയൊക്കെയാണ് കസ്റ്റമേഴ്സിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്? Okay, first one is form utility. Utility എന്താണ്? യൂസ്ഫുൾനെസ് ഓഫ് എ പ്രോഡക്റ്റ്, അല്ലേ? വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് യൂട്ടിലിറ്റി ഈസ് ദ യൂസ്ഫുൾനെസ് ഓഫ് എ പ്രോഡക്റ്റ്. So form utility is created by making the product available to customers in some form that is useful to them. പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതിന് തന്നെയാണ് ഇവിടെ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഫോം യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. മേക്കിംഗ് ദ പ്രൊഡക്റ്റ് അവൈലബിൾ ഇൻ സം ഫോം ടു ദ കസ്റ്റമേഴ്സ് which is useful to them. So എങ്ങനെയാണ് ഫോം യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ത്രൂ പ്രൊഡക്ഷൻ പ്രോസസ്. ഫോം യൂട്ടിലിറ്റി ഈസ് ക്രിയേറ്റഡ് ത്രൂ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കൂടെ പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഫോം യൂട്ടിലിറ്റി. സോ പ്രൊഡക്റ്റിന് ഒരു ഫോം ഉണ്ടായിരിക്കുമല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫോം യൂട്ടിലിറ്റി ഈസ് ക്രിയേറ്റഡ് ത്രൂ പ്രൊഡക്ഷൻ പ്രോസസ്. ദെൻ പ്ലേസ് യൂട്ടിലിറ്റി
making the product available at a place which is convenient for the customers. പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും, അത് സെയിൽ ചെയ്യുന്നത് വേറെ ഒരു സ്ഥലത്തായിരിക്കും അല്ലേ. സോ ഈ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്നും സെൽ ചെയ്യുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം? ദിസ് ഈസ് ടു ബി ട്രാൻസ്പോർട്ടഡ്. സോ പ്ലേസ് യൂട്ടിലിറ്റി ഈസ് ക്രിയേറ്റഡ് ബൈ ദി പ്രോസസ് ഓഫ് ട്രാൻസ്പോർട്ട്. Means moving the goods from one place to another, or moving the goods from the producer to the end user or customer, making the product available at a place which is convenient for the customers. Then time utility, having a product available at a time when it is needed by the customers. ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന അതേ സമയത്തല്ല എന്ത് ചെയ്യുന്നത്, അത് വിറ്റ് പോകുന്നത്. This is being bought by the consumers after some other time അല്ലേ. സോ ഒരു പ്രൊഡക്റ്റ് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചു, ആൻഡ് ദിസ് ഇസ് ബീങ് സോൾഡ് ടു ദ കസ്റ്റമേഴ്സ് ആഫ്റ്റർ സം ടൈം. സോ ദർ ഈസ് എ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. സോ ഈ ടൈം ഗ്യാപ്പിൽ എന്ത് ചെയ്യണം? ഈ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലേ, ശേഖരിച്ച് വെക്കണം. സ്റ്റോറേജ് ഓർ വെയർ ഹൗസിംഗ് എന്നുള്ള ഫംഗ്ഷനിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ടൈം യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, വെയർ ഹൗസസ് ഓർ സ്റ്റോറേജ്. ദെൻ possession utility. Possession means in the കൈവശം വെക്കുക അല്ലേ. This is created by transferring the possession or ownership of a product to the consumers. പ്രൊഡ്യൂസറിൽ നിന്നും ആ പ്രോഡക്റ്റിന്റെ ഓണർഷിപ്പ് അതല്ലെങ്കിൽ പൊസഷൻ ആർക്ക് കൈമാറ്റം ചെയ്യുന്നു? കൺസ്യൂമർക്ക് കൈമാറ്റം ചെയ്യുന്നു ത്രൂ എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് പ്രോസസ്സിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? പൊസഷൻ യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. Then information utility. Information utility means it is created by providing a complete set of information on products, prices, availability, etc. So ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൺസ്യൂമേഴ്സിന് നൽകുന്നതിലൂടെയാണ് ഇൻഫർമേഷൻ യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ബിഫോർ ദേ ടേക്ക് എ പർച്ചേസ് ഡിസിഷൻ. സോ കൺസ്യൂമർ ഒരു പർച്ചേസ് ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിന് പ്രൊഡക്റ്റിനെ കുറിച്ച്, അതിൻ്റെ പ്രൈസിനെ കുറിച്ച്, അതിൻ്റെ അവൈലബിലിറ്റിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ, that is very very essential, ആ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. So this information utility is created by a process of marketing communication. Okay, advertisement ഒക്കെ എന്താണ്? ഇൻഫർമേഷൻ യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. So the ways in which the information related to this product is communicated to the consumers before they take a purchase decision. So these are the various utilities or ways in which value can be created for the consumers. Okay, concept clear ആയി എന്ന് വിചാരിക്കുന്നു. See you in the next video. Please don't forget to subscribe to our channel. Bye bye.